ഹായ് ഹലോ ഞാൻ ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത് സിമ്പിൾ ലുക്കാണ് കേട്ടോ. ഫസ്റ്റ് ഒരു ടോണർ അപ്ലൈ ചെയ്യുക. ഒരു ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടോണർ ഏതെങ്കിലും സിമ്പിളായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഒക്കെയാണ് ഇതിനകത്ത് തന്നെ. ഒരുപാട് പ്രോഡക്റ്റ് ഒന്നുമില്ല. പിന്നെ ലിപ്സ് ഇപ്പോൾ നല്ല അത്യാവശ്യം വിൻ്റർ സമയം ആയതുകൊണ്ട് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസർ ആയിട്ടിരിക്കാനായി നല്ല ഹൈഡ്രേഷൻ ആയിട്ടിരിക്കാൻ ഒരു ലിപ് ബാം വരുന്നുണ്ട്. ഈ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം. നല്ല ഓഫറുകളൊക്കെ ഉള്ള സമയത്ത് ഈ ഇയറിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ സെയിലൊക്കെ അത്യാവശ്യം നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ എന്നിട്ട് വിറ്റമിൻ സി ക്രീമാണ്, ഇത് സിറമാണ് സംഭവം. സിറമാണെങ്കിലും ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർ ഇത് ഈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറം ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഫോക്സിയുടെയാണ് ഈ പ്രോഡക്റ്റ്. അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ സിറംസിൻ്റെ ഒക്കെ പ്രത്യേക ബെസ്റ്റ് സിറംസിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വേണ്ടി വാങ്ങിക്കണം താല്പര്യമുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് സിറം ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സിറമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിറമാണിത്. എനിക്ക് ഫേവറേറ്റ് ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഈ സിറമാണ് ഒത്തിരി കൂടെ എനിക്ക് ഇഷ്ടം. വിറ്റമിൻ സിയിൽ വരുമ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ ആക്നിയോ അങ്ങനെ ഒന്നും വരത്തില്ല. ചിലർക്ക് അങ്ങനെ ആക്നീസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളവരാണ്, പക്ഷേ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ. നല്ലൊരു സിറം തന്നെയാണ്. നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഇപ്പം ഡോട്ടിന് കീഴിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോയ്സ്ചറൈസറാണ്. 4-in-1 മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് ഇത് ഞാനിപ്പോൾ 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള സംഭവം അടിപൊളിയാണ്. നമുക്ക് മാസ്ക് ആയിട്ട് ഓവർനൈറ്റ് മാസ്ക് ആയിട്ടും നല്ലൊരു പ്രൈമറായിട്ട് എല്ലാത്തിനും നല്ലൊരു ആപ്റ്റായതാണ്. എനിക്ക് സാധാരണ പുതിയ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആക്നീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, പക്ഷേ ഈ പ്രോഡക്റ്റ് ഒന്നും അങ്ങനെ എനിക്ക് ആക്നീസ് വരുന്നില്ല. ഇത് വേറൊന്നും അല്ല, സൺസ്ക്രീനാണ് കേട്ടോ. അക്വാലോജിക്കയുടെ സൺസ്ക്രീനാണിത്. ഇതെന്താണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഈ സൺസ്ക്രീൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സംഭവം അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവസാനം ഞാനിത് ഓപ്പൺ ചെയ്താണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാര്യം വരത്തില്ല. നമ്മൾ പമ്പ് ചെയ്താൽ ഇതിനകത്ത് പമ്പ് ടൈപ്പ് ഉള്ളതാണ് സംഭവം. അപ്പോൾ ഇത് വരാത്തതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത വഴിക്ക് അതങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാനും എളുപ്പമുണ്ട്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഈ ലാക്മേയുടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് ഞാൻ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൺസീലർ വെച്ച് തന്നെ നമ്മൾ ഫിംഗർ വെച്ച് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒരു നമ്മുടെ ഷെയ്ഡിന് അനുസരിച്ചുള്ള കൺസീലർ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ നമ്മുടെ ഒരു ഷെയ്ഡ് ഒന്ന് ലൈറ്ററായിട്ടോ ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഡാർക്കായിട്ട് യൂസ് ചെയ്താലും, ഇച്ചിരി ലൈറ്ററായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ മേലെ തന്നെ കോമ്പാക്ട് പൗഡർ ഇടുന്നുണ്ട്. ഇച്ചിരി നല്ലൊരു നമ്മുടെ സ്കിൻ ടോണിൻ്റെ ബേസായിട്ട് ഇടുന്നൊരു കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. കൺസീലറും കോമ്പാക്റ്റും മാത്രമേ ഇതിനകത്ത് ഞാൻ ഇടുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും മെയിൻ മേക്കപ്പൊന്നും ഞാൻ ഇതിനകത്ത് ഫൗണ്ടേഷനോ BB ക്രീമോ ടിൻറ്റോ അങ്ങനെ ഒന്നും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. കാരണം അമ്പലത്തിൽ പോകുന്ന ഒരു വെഡ്ഡിങ് ഗസ്റ്റായിട്ടൊക്കെ പോകുന്നു, ഫ്രണ്ട് വെഡ്ഡിങ്ങിനൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് ഈ 2-3 പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തന്നെ ഫുൾ സെറ്റ് ആവുന്നതാണ്. പിന്നെ കണ്ണെഴുതാത്ത എന്തായാലും ആരും കാണത്തില്ല. അത്യാവശ്യം എല്ലാവരും കണ്ണെഴുതുന്നതാണ്. അപ്പോൾ കാജൽ എന്തായാലും എല്ലാവരുടെ കയ്യിൽ ഏത് കാജലായാലും മതി. കാജലൊന്നും നല്ല വാട്ടർ പ്രൂഫ് സ്മജ് പ്രൂഫ് ആയിട്ടുള്ള കാജൽ യൂസ് ചെയ്യുക. അതാണ് നമുക്ക് അത്യാവശ്യം. വിങ് ലൈനറൊക്കെ എഴുതാൻ താല്പര്യമുള്ളവർ വിങ് ലൈൻ എഴുതുക. എനിക്കിപ്പോൾ സമയമില്ല കേട്ടോ, കാരണം ഞാൻ അമ്പലത്തിൽ പോകാനാണ് സത്യം ഒരുങ്ങുന്നത്. അപ്പോൾ സിമ്പിൾ മേക്കപ്പ് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അമ്പലത്തിലൊക്കെ പോകാൻ ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ പ്രോഡക്റ്റൊക്കെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ച് തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്യുന്നതിൽ നല്ല കെയർ കൊടുക്കണം. കാരണം നമ്മൾ സ്കിൻ എങ്ങനെ പ്രെപ്പ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമ്മൾ ഏത് പ്രോഡക്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ലൊരു റിഫ്ലക്ഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്കിന്ന് ആക്നെ ആയിട്ടോ ഇല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിക്കാതെ ഹൈഡ്രേഷൻ ഇല്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും കേക്കി ആയിട്ടും ക്രാക്കി ആയിട്ടും ഒക്കെ വരത്തുള്ളൂ. റിങ്കിൾസ് ഒക്കെ അതുപോലെ കാണും. പക്ഷേ ഇത് ഞാൻ സിമ്പിൾ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ ഞാൻ ഒരു ചെറിയ ലിപ് ലൈനറാണ്. ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ലിപ് ലൈനറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും പുറമേ വരുന്നതായിരിക്കും. ഞാനിത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യുന്നത്. കാരണം ലേറ്റായി എളുപ്പം റെഡിയാവാനാണ്. വണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ എളുപ്പം റെഡിയാവാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എവിടെ പോകാനായാലും ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ്. കാരണം റെഡിയായി ഇറങ്ങുമ്പം. പക്ഷെ എനിക്ക് ഒരുങ്ങുന്ന ഇഷ്ടമാണ്. വീട്ടുകാർക്കും അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുങ്ങിയേ ഇറങ്ങത്തുള്ളൂ. ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള എനിക്ക് മൂഡ് ശരിയല്ലാത്ത സമയത്താണ് വലുതായിട്ട് ഒരുങ്ങുന്നത്. ഞാൻ ലിപ് ലൈൻ കൊണ്ട് തന്നെ ഞാൻ ലിപ്സ് ഫുള്ള് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അമ്പലത്തിലാണ് പോകുന്നത് കൊണ്ട് ലിപ്പ് ഫുള്ള് ഞാൻ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ് ബാം റിമൂവ് ചെയ്തിട്ടാണ് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നല്ല ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേഷൻ ആയിട്ട് വെക്കുക. പിന്നെ ഹെയർ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഇയറിങ്സ് ഒക്കെ ഇട്ട്
ചെറുതായിട്ടൊന്ന് ബ്ലഷ് കൊടുത്താൽ, കാരണം പ്ലെയിൻ ആയിട്ടിരിക്കുന്നോട് തോന്നി. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്ലഷ് കൊടുക്കാമെന്ന്. ഒരു ജെല്ലി ബ്ലഷാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കയറി നോക്കുക. എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഫുൾ ഫോട്ടോസ്, ഇതിനെടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പിന്നെ ബോഡി മിസ്റ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ലൊരു ബോഡി മിസ്റ്റോ സ്പ്രേയോ പെർഫ്യൂം എന്തടിച്ചാലും എനിക്ക് ബോഡി മിസ്റ്റോ പെർഫ്യൂമോ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം എനിക്ക് ബോഡി മിസ്റ്റാണ് അത്യാവശ്യം ഒരുപാട് ഇഷ്ടമുള്ളത്. നല്ലൊരു ബോഡി മിസ്റ്റാണിത്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ബൈ, ലവ് യു ഓൾ.